ഹലോ ഗൈസ്, മാലുട്ടേക്കാണ്. ഓക്കെ, ഈ ഒരു ന്യൂസ് 2-3 ദിവസം മുന്നേ വന്നത്. എനിക്ക് തോന്നുന്നു സൺഡേ ആണ് തോന്നുന്നു വന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിയും ദേവനും ഒക്കെ ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിൽ ഈ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വയസ്സായ ആൾക്കാർ വന്നു. അപ്പോൾ സുരേഷ് ഗോപി അത് വാങ്ങിയില്ല. സുരേഷ് ഗോപി പറഞ്ഞത് വാങ്ങൽ എന്താ പറയുക, തൻ്റെ പണിയല്ല എന്ന് പറഞ്ഞിട്ടാണ് ആളത് വാങ്ങാണ്ടിരുന്നത്. ഓക്കെ, ഇപ്പം ന്യൂസിലുള്ളത് അയാൾ പറഞ്ഞത് തയ്യട്ട് കൊച്ചുവേലായത്. ഓക്കെ, അയാൾ പറഞ്ഞത് എന്താ പറയുക, സഹായിച്ചില്ലെങ്കിലും അപേക്ഷ വാങ്ങി വെക്കാമായിരുന്നു, ഏറെ പ്രയാസം ഉണ്ടാക്കിയത്. അതായത് ഇപ്പോൾ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ സുരേഷ് ഗോപി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ആൾ പറഞ്ഞത് അത് വാങ്ങേണ്ട ആൾ താനല്ല. ഓക്കെ, കേന്ദ്രമന്ത്രിയാണ്, MP ആണ്. വാങ്ങേണ്ട ആള് എന്താ പറയുക, സുരേഷ് ഗോപി അല്ല എന്ന് പറയാൻ സുരേഷ് ഗോപിക്ക് ഒരു അധികാരമില്ല. കേരളത്തിലെ ജനങ്ങൾ, തൃശ്ശൂരുള്ള ആൾക്കാർ ജയിപ്പിച്ച് വിട്ട ഒരു MP ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കടമയും കാര്യങ്ങളൊക്കെ സുരേഷ് ഗോപിക്ക് കേരളത്തിനോടുണ്ട്. ഓക്കെ, BJP എന്ന് വെച്ച് BJP ഉള്ള ആൾക്കാരെ മാത്രം സഹായിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. പിന്നെ ഇനി പോട്ടെ, MP ഫണ്ട് ഇല്ല, ഓക്കെ, എന്താ പറയുക, മന്ത്രി ഫണ്ടും ഒന്നുമില്ല എന്ന് വെക്കാം. പക്ഷെ എന്നാലും ഒരു ഫിലിം സ്റ്റാർ അല്ലേ. ഇപ്പോൾ ഒരു 5-8ഓളം സിനിമ ഇപ്പോൾ ആളെ ഈ ഒരു കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് അഭിനയിച്ച് വിട്ടിട്ടുണ്ട്. മിനിമം 2 കോടി രൂപ സുരേഷ് ഗോപിക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2 കോടി കിട്ടുന്നില്ല, ഒരു 8 സിനിമ എന്ന് പറഞ്ഞാൽ 10-16 കോടി, 20 കോടി അടുത്ത് എന്തായാലും സുരേഷ് ഗോപി ഉണ്ടാക്കണം. അതിനൊരു വീട് വെച്ച് നൽകാൻ ഇപ്പോൾ എത്ര പൈസ വേണം? 10-20 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഒരു സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള പൈസയായി. ഓക്കെ, അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കാതെ ആള് എന്താ പറയുക, നിധി വാങ്ങേണ്ട ആൾ ഞാനല്ല എന്ന് പറഞ്ഞതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അതൊരിക്കലും ശരിയായ കാര്യമില്ല. അതേപോലെ തന്നെയുള്ള വേറെ കാര്യമാണ്, ഈ തയ്യാട്ട് കൊച്ചുവേലായുധൻ്റെ കൂടെ വന്ന ഒരാൾ ഇത് അപേക്ഷ വാങ്ങാതെ അത് മടക്കി നൽകിയത് കൊണ്ട് ആളെന്ത് ചെയ്തു, ആളത് അപേക്ഷ കൊടുക്കാതെ അത് മടക്കി പോക്കറ്റിലിടുകയാണ് ചെയ്തത്. അപ്പോൾ ആൾക്ക് മനസ്സിലായത് സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് നാട്ടിലുണ്ട്. എനിക്കറിയാൻ പാടില്ല ഈ BJP എന്തിനാണ് ഇവർ ജയിപ്പിച്ച് വിട്ടത് എന്നുള്ളത്. പിന്നെ അറിയാലോ, CJP ആണ്, CPM ഒത്തു കളിച്ചിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിനെ ജയിപ്പിച്ച് വിട്ട് MP ആക്കിയത്. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂരത്തെ CPM സ്ഥാനാർത്ഥിയാണെങ്കിലും അതേപോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും പറഞ്ഞാണ് വോട്ട് എന്താ പറയുക, കള്ള വോട്ട് ചേർത്തിട്ട് സുരേഷ് ഗോപി ജയിച്ചു. അതേപോലെ കൊടിക്കുന്നിൽ സുരേഷാണ് തൃശ്ശൂർ ഉണ്ടായിരുന്നത്, MP സ്ഥാനത്തിനായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് തോറ്റു. അതേപോലെ മുരളീധരൻ, കോൺഗ്രസിൻ്റെ മുരളീധരൻ തോറ്റു. രണ്ടാളും പറഞ്ഞതാണ് ഇലക്ഷനിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, അത് അന്വേഷിക്കണം. അത് മുഖ്യമന്ത്രി അന്വേഷിച്ചിട്ടില്ല, മോദി ഇത് അന്വേഷിച്ചിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇതൊന്നും ഒരിക്കലും ശരിയായ കാര്യമല്ല. ഒരു ജനപ്രതിനിധി ഇങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? ചെക്കന്മാരുടെ പുതിയ വീഡിയോ ആയിട്ട് കാണാം.